കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ ഉപകാരം ചെയ്തിരിക്കുന്നു. യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നത് കൊണ്ട് മറ്റിടത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ അവന് പാട്ട് പാടും. ദൈവത്തെ സ്തുതിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ രാത്രിയിൽ ഞാൻ അവന് പാട്ട് പാടും എന്ന് 42-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നൽകിയ എല്ലാ ഉപകാരങ്ങളും നടത്തിപ്പുകളും സൂക്ഷിപ്പുകളും ഓർത്ത് നന്ദി പറയാൻ നമുക്ക് ഇടയാവണം. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദാവീദ് പറയുന്നത്, സാഹചര്യം എതിരായിരുന്നു തൻ്റെ മുമ്പോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി അവസ്ഥകൾ, ജീവൻ അപകടത്തിലായി ഓടിപ്പോകേണ്ട വന്ന അവസ്ഥകൾ. അവിടെ 34-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യുക. കാരണം യഹോവ നല്ലവനെന്ന് ജീവിതത്തിൽ കഷ്ടങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ, യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ. അതുകൊണ്ട് അവർ പറയും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. 20-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവം നിന്നെ ഉയർത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മൾ സേവിക്കുന്ന കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഈ രാത്രിയിലും ധൈര്യത്തോടെ നമുക്കവിടുത്തെ മുൻപാകെ ചെന്നിട്ട് പറയാം, ഞങ്ങൾക്ക് ഉത്തരമല്ലെന്നൊരു ദൈവമുണ്ട്. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ മറ്റിടത്ത് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേട്ട ഒരു ദൈവം, യാചനയ്ക്ക് മറിഞ്ഞിരിക്കാത്ത മറുപടി നൽകുന്ന, നമ്മെ നാമായി അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. മോശയോട് ദൈവം ചോദിച്ചൊരു ചോദ്യം, 6 ലക്ഷം കാലാളുകൾ എൻ്റെ കൂടെ ഉണ്ടാവും, നീ ഇവർക്ക് 1 മാസത്തേക്ക് ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞു, മാംസം കൊടുക്കുമെന്ന് പറഞ്ഞു. സമുദ്രത്തിലെ മത്സ്യത്തെ എത്ര പിടിച്ചു കൂട്ടിയാൽ അത് സംഭവിക്കും? അല്ല, എത്ര മാടുകളെ ഇവർക്ക് വേണ്ടി അറക്കേണ്ടി വരും എന്നൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു. വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. താൻ കണക്ക് കൂട്ടിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പ്രിയരെ, ദൈവപ്രവൃത്തി നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല, നമ്മുടെ യുക്തിക്ക് ഒതുങ്ങുന്നതല്ല, നമ്മുടെ വിവേകത്തിനകത്ത് നിൽക്കുന്നതല്ല. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ ചിന്തിച്ചത് ശരിയാണ്, പക്ഷേ നിന്നോട് പറഞ്ഞതാരാന്ന് നിനക്കറിയാമോ? എന്ന് പറഞ്ഞു. ചില കുടുംബങ്ങളോട് ദൈവം ചോദിക്കുന്നു, നിങ്ങൾ സാഹചര്യങ്ങൾ തട്ടിച്ച്, പരിധികൾ തട്ടിച്ച്, ഇപ്പോഴുള്ള അവസ്ഥകൾ നോക്കി എങ്ങനെ നടക്കും? ഇതിനൊരു പരിഹാരമുണ്ടോ? ഇതിൽ നിന്നൊരു വിടുതലുണ്ടോ? പുറത്തു വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് മോശയോട് പറഞ്ഞ അതേ പ്രസ്താവന, മോശേ, എൻ്റെ കരം കുറുതായി പോയോ? എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണാൻ പോകുക. സംശയിച്ചു നിൽക്കുന്ന ചിലർ, അറച്ചു നിൽക്കുന്ന ചിലർ, എങ്ങനെ കാണുമെന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആ വചനത്തിലൂടെ പറയുന്നു, നീ കാണാൻ പോകുക. എൻ്റെ ബുദ്ധിക്ക് അതീതമായ ചില ദൈവപ്രവൃത്തികൾ കാണാൻ പോകുക. നാളുകളായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ആര് ഇതിന് പരിഹാരം വരുത്തും? എങ്ങനെ ഒരു ഉദ്ധാരണമുണ്ടാകും? എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു പോകും എന്നൊക്കെ ചിന്തിച്ചും വേദനിച്ചും സങ്കടപ്പെട്ടും ഒറ്റപ്പെട്ടും നിലവിളിച്ചും ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ അവിടുത്തെ ഒരു വാക്ക് മതി സഹോദരങ്ങളെ.
കർത്താവ് ആജ്ഞ കൊടുത്താൽ സകല കട്ടകളും ഉടഞ്ഞു മാറും, അത്ഭുതങ്ങൾ സംഭവിക്കും. ആ കമാൻഡിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായം 13-ാമത് വാക്യം. അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തുനിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ബലമില്ലാത്ത ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ശക്തിയില്ലാത്തവനല്ല, കാണാത്തവനല്ല, വാക്ക് പറഞ്ഞിട്ട് മാറുന്നതല്ല. 10-ാം വാക്യം കൂടെ ശ്രദ്ധിക്കൂ. കൗശലപ്പണിക്കാരുടെ പണിയല്ല നമ്മുടെ ദൈവം. യഹോവയോ സത്യ ദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. എന്നിട്ടാണ് പറയുന്നത്, അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ചിലത് ഉളവായി വരും. ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക്, അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക്, വരണ്ടുപോയ ഇടത്തേക്ക് ദൈവത്തിൻ്റെ ശബ്ദം ഇന്നു പകൽ പുറപ്പെടുമ്പോൾ നിന്നെ നനയ്ക്കാൻ, നിന്നെ ആത്മാവിൽ ശക്തീകരിക്കാൻ, തളിർപ്പിലേക്ക് കൊണ്ടുവരാൻ, കിളിർപ്പിലേക്ക് കൊണ്ടുവരാൻ, ദൈവസാന്നിധ്യത്തിനകത്തേക്ക് നിന്നെ നടത്താൻ ഇന്ന് പകൽ ആത്മാവിൻ്റെ ഒരു മാരി പെയ്തിറങ്ങുകയാണ്. ദൈവത്തിൻ്റെ നാദം മുഴക്കുമ്പോൾ തള്ളുകളെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ, വളരാൻ കഴിയാതെ തളർന്നും ക്ഷീണിച്ചു വിരിക്കുന്ന ചിലരോട്, അപ്പോൾ തന്നെ എല്ലാ മേഖലകളും തകർന്നിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന, ശൂന്യമാക്കപ്പെട്ട അവസ്ഥയെ നോക്കി ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു. ആ നാദം പുറപ്പെടുവിക്കുന്നു. ഒരു വലിയ മുഴക്കമുണ്ടാകുകയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ, താൻ ആത്മാവിൽ പ്രവചിക്കാൻ തയ്യാറായപ്പോൾ വലിയൊരു മുഴക്കമുണ്ടായി. അങ്ങനെയെങ്കിൽ ആ മുഴക്കം ഒരു ദൈവശബ്ദമാകണം. ആ മുഴക്കത്താൽ കൂടിച്ചേരാത്തത്, മാറിപ്പോയത്, ഉണങ്ങിപ്പോയത്, ബന്ധം നഷ്ടപ്പെട്ടത് വരുന്നൊരു മുഴക്കം, ഇവിടെയും യഹോവയുടെ നാദത്താൽ ഒരു വലിയ മുഴക്കമുണ്ടാകുകയാണ്. ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന മുഴക്കം, പേര് വിളിക്കുന്ന മുഴക്കം, കരം പിടിച്ച് നടത്തുമെന്ന് പറയുന്ന ദൈവശബ്ദം, ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ദൈവിക കരത്തിൻ്റെ പ്രവൃത്തി, ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം അടുത്ത നിമിഷം ഒരു മഴ പെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ആവർത്തിച്ചു പറയുന്നു, ഡ്രൈ ആയിപ്പോയിടത്ത്, ഇനി ഒരു തളർപ്പില്ലെന്ന് ചിന്തിക്കുന്ന ഇടത്ത്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് വാദനത്തിന് പറയാനുള്ളത്, ഒരു തളർപ്പ് വരാൻ സമയമായി. ഒരു മഴ പെയ്തിറങ്ങാൻ പോകുകയാണ്. മുള പുറത്തു വരാൻ പോകുകയാണ്. കട്ടകൾ തകരാൻ പോകുകയാണ്. അത് അലിയാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരത്തില്ലെന്ന് അവകാശവാദം പറയുന്ന ചില വെല്ലുവിളികളെ താച്ചുടച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ചെയ്യുന്നു. അടുത്ത് നോക്കൂ, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുകയാണ്. ചിലത് കയറ്റി വിടാൻ പോകുക. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ റിസൾട്ട് മഴയായി വരാൻ പോകുകയാണ്. ഭൂമിയുടെ അറ്റങ്ങൾ, നാറ്റങ്ങൾ, എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തേക്ക് ദൈവിക പ്രവൃത്തി വരാൻ പോകുകയാണ്. സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് പാർത്താൽ അവിടെയും നീ എവിടെയായിരിക്കുന്നു, ഏത് അവസ്ഥയിലായിരിക്കുന്നു, ഏത് വിഷയത്തിന് തമ്മിൽ കുഴയുന്നു, ഏത് നിയമക്കുരുക്കിനകത്തായിരിക്കുന്നു, ഏത് വിഷയം നിന്നെ തകർത്ത് കളയുന്നു, നിന്റെ സമാധാനത്തെ കെടുത്തുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തു നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുക. വേഗത്തിൽ മഴ നമ്മുടെ അടുത്ത് പെയ്തിറങ്ങത്തക്ക രീതിയിൽ
വേഗത്തിൽ വേഗത്തിൽ ചില സിഗ്നലുകൾ വരാൻ പോകുക, ചില ഗ്രീൻ സിഗ്നലുകൾ. അത് വരുമ്പോൾ നമുക്കറിയാം മഴ പെയ്യാൻ പോകുകയാണെന്ന്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവം ചില അടയാളങ്ങൾ കാണിക്കുന്നു. വിടുതലിൻ്റെ അടയാളം, സൗഖ്യത്തിൻ്റെ അടയാളം, വ്യക്തിത്വം പുറത്തു വരുന്നതിൻ്റെ സന്ദേശം ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ഇന്ന് പകൽ വിളിച്ചു പറ, ദൈവമേ അങ്ങയുടെ നാദം ഒന്ന് മുഴക്കണമേ. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആ നാദം ഇന്ന് പകൽ വെളിപ്പെടുക. നിങ്ങളുടെ ശരീരത്തിൽ ആ ശബ്ദത്തിൻ്റെ ശക്തി മുഴങ്ങട്ടെ, നിങ്ങളുടെ തലമുറകൾ മുഴങ്ങട്ടെ, അഭിഷിക്തന്മാർ മുഴങ്ങട്ടെ, ദൈവസഭയിൽ ആ നാദം മുഴങ്ങട്ടെ, നിങ്ങളുടെ കൂടാരത്തിനകത്ത് ആ നാദം മുഴങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, വചനത്താൽ ജനം സ്വതന്ത്രരാകട്ടെ, അവർ ആത്മാവ് ശക്തരാകട്ടെ, അഭിഷേകത്തോടെ നിൽക്കട്ടെ, ദൈവകൃപയുടെ ആഴങ്ങൾ നടക്കട്ടെ. ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ചില ദൈവപ്രവർത്തികൾ, അതിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നു, അത്ഭുതങ്ങൾ കാണുന്നു. വഹിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ബലത്തോടെ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഈ വചനങ്ങളാണ് സഹായിട്ട ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്മിച്ചു മാറ്റി.